ഇഷ്ടംപോലെ നല്ല കണ്ടന്റ് മേക്കർ ആണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഞാൻ റിങ്കോട്ടെ. ഹലോ, ഇതാരിത്? എല്ലാവർക്കും നമസ്കാരം. രേണു സുധി, ലക്ഷ്മി നക്ഷത്ര ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടായിരുന്നു. ഒരു സമയത്ത് രേണു സുധിയുടെ വീട്ടിൽ തന്നെയായിരുന്നു ലക്ഷ്മി നക്ഷത്ര വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നിലവിൽ എവിടെ കൂടിയൊക്കെ ചെറുതായിട്ടൊരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത് ഇവര് തമ്മിൽ പിണങ്ങിപ്പോയി എന്നാണ് സുഹൃത്തുക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് പിണങ്ങി എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയോ വന്ന സമയത്ത് ലക്ഷ്മി നക്ഷത്ര എടുത്ത് ഓൺലൈൻ മീഡിയാസ് കുറച്ച് ചോദ്യം ചോദിച്ചു രേണു സുധിയെ പറ്റിയിട്ട്. നമുക്കൊന്ന് തുടങ്ങാം കേട്ടോ. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്തോന്നേ റൈമിങ് വേടാ. അതുപോലെ തന്നെ ഇത് മറ്റേ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് പയ്യന്മാർ എണീറ്റ് വന്ന് ബബ്ബ അടിയും, എന്നാൽ പെമ്പിള്ളേർ എണീറ്റ് മണിയായിട്ട് ഉത്തരം പറ. അപ്പൊ കേട്ട് കിളി പറഞ്ഞ് നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ നമ്മളെ പോലുള്ളവന്മാര്. അവന്മാര് കേൾക്കുന്നത് പോലത്തെ ഫീലാണ് എനിക്ക് തോന്നിയത്. സത്യമുള്ള കാര്യം, ഞാൻ കേട്ടപ്പോഴും ഇതെന്തുവാടേ ചോദ്യം ചോദിച്ച് പടപടാന്ന് ഉത്തരം വിടണം, പെമ്പിള്ളേർ പണ്ട് സ്കൂളിൽ പറയുന്ന പോലെ ആ ഒരു ഫീലാണ് തോന്നിയത്. ചാനൽ ആദ്യമായി കാണുന്നവർ അല്ലെങ്കിൽ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് അടിക്കൂ, ബെല്ലടിക്കൂ, തിരിച്ചു കൂടെ വരും. എന്തായാലും ബാക്കി കാണാം. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്നവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഓഹോ, അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്നത്? വല്ല ആവശ്യമുണ്ട്? അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അവരാധം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇനി മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്തിനാണ് പോകുന്നത്? പണ്ടൊരിക്കൽ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് രേണുവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു തിന്നലും കുടിക്കലും ഉറങ്ങലും ഒക്കെ ഉള്ള സെറ്റപ്പ് രീതിയിലായിരുന്നു ലക്ഷ്മി നക്ഷത്ര. അവിടെ പോയിട്ട് അങ്ങ് മണിക്കൂറോളമുള്ള വീഡിയോസ് എടുക്കും. ഇടുന്ന വീഡിയോസ് എല്ലാം ലക്ഷം 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 മില്യൺ 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 ഈ ഒരു സെറ്റപ്പിലാണ് പൊക്കോണ്ടിരുന്നത്. ആ ലക്ഷ്മി നക്ഷത്രയാണ് ഇന്ന് പറയുന്നത് എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നക്ഷത്ര അന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പരിപാടി ഞാനൊന്ന് കൊടുക്കാം. അയ്യോ, എന്തായാലും ഇതാരും കണ്ടന്റ് ഉണ്ടാക്കിയതാണ്? എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ലക്ഷ്മി നക്ഷത്ര. താങ്കൾ അവിടെ പോയി എന്തുമാത്രം കണ്ടന്റ് ഉണ്ടാക്കി? വ്യൂസ് ഞാനൊന്ന് കാണിച്ചു തരാം. സുധിച്ചേട്ടന്റെ പെർഫ്യൂം ഇനി രേണുവിന് എനിക്കും ചിലത് പറയാനുണ്ട്. 13 ലക്ഷം. പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മരണം പെർഫ്യൂമാക്കി 15 ലക്ഷം. സുധിച്ചേട്ടന്റെ പുതിയ വീടും വീട്ടുവിശേഷങ്ങളും 20 ലക്ഷം. സുധിച്ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് 18 ലക്ഷം. സുധിച്ചേട്ടന്റെ കുടുംബത്തിനോടൊപ്പം 16 ലക്ഷം. എന്റെ സുധിച്ചേട്ടനെ കുറിച്ച് 39 ലക്ഷം. ആരടാ അവിടെ പോയി കണ്ടന്റ് ഉണ്ടാക്കിയത്? ആരടാ കണ്ടന്റ് ഉണ്ടാക്കിയത്? ഞാനാ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസാ? ആരടാ? ഇവരെല്ലാവരെയും കൂടി വ്യൂസ് കൂട്ടി വെച്ചാലും തികയത്തില്ല ലക്ഷ്മി നക്ഷത്രയുടെ അത്രയും വ്യൂസ്. ആ ലെവലില് വ്യൂസ് കോടി പോലെ ഉണ്ടാക്കടാ, കോടി പോലെ. എന്നിട്ടാണ് മറ്റുള്ളവരെ വന്നിരുന്ന് കുറ്റം പറയുന്നത് ആരുടെ ലൈഫിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കരുതെന്ന്. സൂപ്പർ, നല്ല ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ. അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? അതെ, നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? അവരുടെ ഇഷ്ടമല്ലേ, പാഷൻ അനുസരിച്ചൊക്കെ അവർ ജീവിക്കട്ടെ. പക്ഷെ അപരാധം കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കും. ഇവർ ഈ കാണിക്കുന്ന അപരാധങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ അവര് നേരിടുന്ന സൈബർ അറ്റാക്ക് എന്ന് ഞാൻ പറയത്തില്ല, ഉപദേശം കാരണം ഇവര് എയറിൽ കയറുന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്നില്ല, അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. സുധിച്ചേട്ടന്റെ പേരാണ് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. സാധാരണ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ബോൾഡ് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ അൺകംഫർട്ട് ആയിട്ടൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലുതായിട്ട് വരത്തില്ല, അങ്ങനെ ഒരു ചർച്ചാ വിഷയത്തിലോട്ട് പോകത്തില്ല. പക്ഷെ ഇവിടെ സുധിച്ചേട്ടന്റെ പേരാണ് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കലാവുമണി, അതുപോലെ കൊച്ചിൻ ഹനീബ ഇവരൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ കുടുംബത്തിലുള്ളവരും ജീവിച്ച് ഇതുപോലെ ഒന്നും കാണിച്ചു കൂട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു മാന്യതയാവും. പ്രത്യേകിച്ച് സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോടും വ്യക്തിയുടെ കുടുംബത്തോടും ജനങ്ങൾക്കൊരു സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നു. അതിനെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ആകാതിരിക്കുക. ഇതിനേക്കാളും നല്ലതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല വരുമാനം കിട്ടുമെന്ന് നല്ല രീതിയിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവരതൊന്നും ചെയ്തില്ല.
മറിച്ച് ഒരു പാഷനിലോട്ട് പോയി. പാഷൻ കുറച്ച് ഓവർ പാഷൻ ആയിപ്പോയി. എന്തെല്ലാം ബാക്കി ലക്ഷ്മി നക്ഷത്രം ഒഴിഞ്ഞോട്ടെ, കണ്ടന്റ് ഉണ്ടാക്കാത്ത പാവം ഒരു സെലിബ്രിറ്റിയാ, വേദനിക്കുന്ന കൂടി ശരി. പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കർ ആണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഞാൻ റിങ്കോട്ടെ. ഓ, നല്ല കണ്ടന്റ് മേക്കറാണ്. ഏതാണ് ആ യൂട്യൂബ് ചാനൽ എന്ന്? എന്തായാലും ലക്ഷ്മി നക്ഷത്രയോളം വരില്ല ഒരു യൂട്യൂബ് ചാനലും. ഇത്രയും വലിയ കണ്ടന്റ് മേക്കർ ആയിട്ടുള്ള നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം വല്ല ഓൺലൈൻ മീഡിയാസും നമ്മളെ പോലെയുള്ളവരൊക്കെ എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ? നിങ്ങളൊക്കെ മില്യൺ വ്യൂസ് അടിച്ചുകൊണ്ട് പോകുന്ന ടീംസ് അല്ലേ. സുധിച്ചേട്ടനെ വെച്ച് തന്നെ കുറെ ഉണ്ടാക്കി, എന്നിട്ട് യൂട്യൂബ് ചാനലിനെയൊക്കെ കുറ്റം പറഞ്ഞും കൊണ്ട് കളത്തിക്കൊണ്ടുള്ള ഒരു വർത്തമാനം വേണ്ട, അത് വേണ്ട. നിങ്ങളും നല്ല രീതിയിൽ സുധിച്ചേട്ടന്റെ കുടുംബത്തിൽ കയറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കി. എത്ര ലക്ഷം രൂപ അത്രയും വീഡിയോസിൽ നിന്നും കിട്ടിയെന്ന് എനിക്ക് ഒരു നിമിഷം കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാത്രം ശുദ്ധ, ബാക്കിയുള്ളവരെല്ലാം അശുദ്ധ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാധനം അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എന്നാൽ ഇപ്പൊ കണ്ട പറയണമെന്ന് തോന്നി. ഇനി നന്മമരം ലക്ഷ്മി നക്ഷത്രം അവിടെ പോയിട്ട് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കി വലിയ വിഷയമൊക്കെ ആക്കിയല്ല. ഇതിനെ പറ്റിയിട്ട് പാഷാണം ഷാജി പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാം. എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഒരു പെർഫ്യൂമിന്റെ ഒരു ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഇരയാവുന്നുണ്ട്. അപ്പൊ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് അത് തോന്നും. ഇപ്പൊ എനിക്ക് ഈ സ്തുതിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ രാജേഷ് പറവൂര് ഞങ്ങൾ ഒന്നിച്ചു കളി, ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. വളരെ കറക്റ്റാണ്. നമ്മൾ അങ്ങോട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ എടുത്ത് പഞ്ഞിക്കിട്ടും. അതുള്ള കാര്യമാണ്. ഈ പാഷാണ ഷാജിക്കോ അല്ലെങ്കിൽ മറ്റവരുടെ കൂടെ വർക്ക് ചെയ്ത് ആർക്കും ഇല്ല ഒരു സൈബർ അറ്റാക്ക്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് അന്ന് സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ തന്നെ. ചാറ്റ് ചെയ്യുന്നത് നല്ലതാണ്, കാര്യങ്ങളൊക്കെ നല്ലതാണ്. വീഡിയോസ് എടുത്ത് ഇടുന്നതിലും എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷെ അതേ ശരണം കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത് കൂട്ടുമ്പോൾ അവിടെ ഞാൻ ചോദ്യം ചെയ്യും. പിന്നെ BGM ഒക്കെ കയറ്റിയിട്ട് സെഡ് BGM ഒക്കെ ഇട്ടിട്ട് ഈ സാധനമൊക്കെ കയറ്റിയിടുമ്പോ 10 പറയണമെന്ന് തോന്നൂടെ? അത് തന്നെയാണ് അന്നും ഞാൻ പറഞ്ഞത്, ഇന്നും ഞാൻ പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ സുധിയുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ, നമ്മളത് പറയും. ഒരു ആ കുട്ടി നേരെ വന്നം ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണമെന്ന് തന്നെ ഞാനും പറയണം. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടന്റെ വൈഫ് ബോൾഡായിട്ട് നിന്ന് ഓവർ ബോൾഡായി, എക്സ്ട്രാ ലെവൽ പീക്ക് ലെവൽ ബോൾഡായി. ആ ബോൾഡിനെ കുറിച്ച് ഇനി ഞാൻ ഓർക്കുന്നില്ല. ഇത് പണ്ട് പറഞ്ഞാണ് കേട്ടോ പാഷാണം ഷാജി. പക്ഷെ ഇങ്ങനെ പറഞ്ഞതിന്റെ അത്രയും അല്ല, അതിന്റെയും അപ്പുറത്ത് പീക്ക് ലെവലിൽ ബോൾഡായി പോയി. ഒരു രക്ഷയില്ലാത്ത ബോൾഡായി പോയി. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്നാ ബോൾഡാ? അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. അതെ, ലക്ഷ്മി നക്ഷത്രയ്ക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടല്ലാണ്ട് അവരുടെ വീട്ടിൽ പോയി ചെയ്യാമായിരുന്നു. ഓക്കെ, എന്നാലും അവർ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യട്ടെ. പക്ഷെ BGM ഒക്കെ ഇട്ടിട്ട് അതൊന്നും വേണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. സഹതാപവും കണ്ണുനീരൊക്കെ കാണിച്ച് അഭിനയിച്ച് തകർത്ത് തിമിർത്ത് അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അന്ന് ഇത് ഇത്രയും ഞാൻ കടുപ്പിച്ച് പറഞ്ഞില്ല. പറയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോട്ട് തട്ടി മുട്ടി പോട്ട്. എന്നാൽ ഇന്ന് ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഉണ്ടാക്കിയ കണ്ടന്റ് 10 പേരെ ഒന്ന് അറിയിക്കണ്ടേ? ഏത് കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഞങ്ങൾ അറിയാതെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് ഇവര് തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒരു കാര്യം കൂടി, അന്ന് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സുധിക്കെതിരെ കുറെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ സുധിച്ചേട്ടൻ പാവമാണ്, സുധിച്ചേട്ടൻ്റെ ഇങ്ങനെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോകുന്നു പറഞ്ഞാലൊരാളും ഉണ്ടായിരുന്നില്ല. അതെ, സുധിച്ചേട്ടന്റെ മോശം അനുഭവം ജീവിച്ചിരുന്ന സമയത്തുണ്ടായ സമയത്ത് താങ്ങാനും സപ്പോർട്ട് ചെയ്യാനും ഒരുത്തനും ഇല്ല, ഒരുത്തിയില്ല. എന്നാൽ മരിച്ചതിന് ശേഷം എല്ലാവരും കൂടി കണ്ടന്റിന്റെ പറയുന്ന അങ്ങ് പോയെന്ന് തന്നെ അങ്ങ് കൂട്ടിയാൽ മതി. നമുക്കിതെല്ലാം കണ്ടന്റാണ്, പക്ഷെ അതിൽ എത്തിക്സ് കാണിക്കും. അല്ലാണ്ട് ഒരുത്തന്റെ വീട്ടിൽ ചത്ത് കിടക്കുമ്പോൾ അവിടെ പോയി ഇടിച്ച് കയറിയിട്ട് BGM ഇട്ട് ഇറക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കല്ലേ, മോൾക്കെന്താ തോന്നണത്? അങ്ങനെ തോന്നുള്ളൂ. അത് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറെ കൂടി ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണമായിരുന്നു. അതൊക്കെ ഹൈഡ് ചെയ്ത് ചെയ്യാതിരിക്കും. മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും സുധിച്ചേട്ടന്റെ ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സ്പ്രേ കൊടുക്കുമോ?
അല്ല അങ്ങനെ ഓർമ്മ നിൽക്കണേ, ഞാൻ മോൾക്ക് എന്നെ ഓർമ്മ നിൽക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് നോക്കാം, അത് എടുക്കുമ്പോഴെങ്കിലും മോൾക്ക് ഓർമ്മ ഉണ്ടാവും. അതെ അതെ അതെ. അല്ലാതെ പിന്നെ എങ്ങനെ എത്ര പേരിൽ നിലനിൽക്കും? നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും 10 ദിവസം 12 ദിവസം 14 ദിവസം ഇത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഓർമ്മ പോയിക്കൊണ്ടിരിക്കുകയെ. ഇപ്പൊ മരണം നടന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അതിനുശേഷം എന്താ ലക്ഷ്മി നക്ഷത്രം തന്നെ ഒരു വീഡിയോ ഇതുപോലെ കരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമ്മള് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വിഷമം പങ്കുവെക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനായിട്ട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചേട്ടൻ എന്താ ഫീൽ ചെയ്യണേ? ഇതെല്ലാം ഒരു ചിരിയിലൂടെ ഞാൻ തള്ളിക്കളയും, അത്രേ ഉള്ളൂ. എനിക്കതിലൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനും അത് ചിരി കൂടിയാണ് തള്ളിക്കളയുന്നത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. ലക്ഷ്മി നക്ഷത്രം ആദ്യം വന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തത് അവരുടെ ഇമോഷൻ ആയിരിക്കാം. ഓക്കെ, എന്തോ വോട്ടവർ, അവര് ആ ഇമോഷൻ അങ്ങ് പറഞ്ഞു തീർത്തെങ്കിൽ അങ്ങ് തീരട്ടെ. മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് അതിലൊന്നും ഞാൻ കൈ കടത്തുന്നില്ല, വോട്ടവർ. പക്ഷെ അതിനുശേഷം ഈ കുടുംബത്തിൽ കയറിയിട്ട് നിരന്തരം ഇവർ വീഡിയോ ചെയ്യുന്നു, കുറച്ച് കളിപ്പാട്ടവും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നു, അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി അവരൊറ്റ വീഡിയോയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അവരുണ്ടാക്കട്ടെ. മറിച്ച് അതിൻ്റെ ഇടയിൽ BGM ഒക്കെ കുത്തിച്ചെരുവി ആ ഒരു സാധനം അവർക്ക് ഇടുമ്പോൾ മറ്റുള്ള എല്ലാ വീഡിയോസിനേക്കാളും അവർക്ക് റീച്ചും ഉണ്ടായിരുന്നു. അവരത് മുതലാക്കിയതുപോലെ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിയതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. BGM ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടൊക്കെ എഡിറ്റ് ചെയ്തങ്ങിട്ട് ഇനിയും സുധീര പേരും പറഞ്ഞൊരു വീഡിയോ ഇട്ട് പറക്കും. ഇനി രേണു സുധിയുടെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ അവരെന്ത് ഉദ്ദേശത്തിലാണ് ഈ നടക്കുന്നതെന്ന്. ഏത് രീതിയിൽ എത്തിച്ചേരുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് കൂടെ നിൽക്കുന്ന കുറെ വിടലുകളൊക്കെ ഉണ്ട്. ഭാവിയിൽ അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവരെ കൂടെ കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവര് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് നെഗറ്റീവാണ് ഇഷ്ടം, നെഗറ്റീവ് പബ്ലിസിറ്റി മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവരങ്ങനെ എന്തൊക്കെയോ തോന്നിയ ദിവസങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കണ്ടാൽ ഇനിയും പറയും, പറയേണ്ട സ്ഥാനത്ത് പറയാൻ തന്നെ ചെയ്യും. സുധിച്ചേട്ടന്റെ പേര് ഇനി നാണം കെടുത്താതിരിക്കുക. എനിക്ക് അതേ രേണുവിന്റെ അടുത്ത് പറയാനുള്ളത്. ഡോക്ടർ രജിത്കുമാർ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും കൊടുക്കുക. ആരോട് അഭിനയിക്കുക, എനിക്ക് ആരോട് അഭിനയിക്കുക, എനിക്ക് ആരോട് ആർട്ടിസ്റ്റ് മാത്രം അഭിനയം. ഇതിൽ കൂടെ എന്ത് വേണം അല്ലേ? ശരിയല്ലേ? എനിക്ക് സണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും കുട്ടിയാണെങ്കിലും എല്ലാവരും എനിക്ക് അതിന് ഒരു പ്രോബ്ലം ഏതിലാണെങ്കിലും നമുക്ക് സണ്ണിയെന്ന് ഉദ്ദേശിച്ച് അറിയില്ല, സണ്ണി ലിഗിയോണേ. അപ്പൊ മൊത്തത്തില് അണ്ണനെ വിട്ട് താങ്ങിയിട്ടുണ്ട് രേണുവിന് അത് മനസ്സിലായിട്ടില്ല. നേരെ ചിരിച്ചങ്ങ് ഇരിക്കുകയാണ്. ആ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, രേണുവായിട്ട് ആ സുധിച്ചേട്ടന്റെ വിലയും കൂടി കളയില്ല, ആ പേരിനെയും കൂടി കളങ്കപ്പെടുത്തരുത് ദയവ് ചെയ്ത്. മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ലക്ഷ്മി നക്ഷത്രത്തെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.